മോണിറ്ററിംഗ് മെക്കാനിസം നമുക്കറിയാം. എന്താണ് മോണിറ്ററിംഗ് മെക്കാനിസം, അതായത് എന്താണ് നിരീക്ഷണ സംവിധാനം ഇൻ MLM ഇൻഡസ്ട്രി. ഈ MLM ഇൻഡസ്ട്രിക്ക് ഒരു നിരീക്ഷണ സംവിധാനം കൊണ്ടുവന്നത് 2018 ഓഗസ്റ്റ് 8 തിരുവനന്തപുരത്ത് വെച്ച് ടാഗോർ ഹാളിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ആ ഒരു സമയത്ത് 2018 ഈ ഒരു ഇൻഡസ്ട്രിയിൽ MLM എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ചതിക്കുഴികൾ, അതായത് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തേക്ക് ഒരുപാട് കംപ്ലൈന്റുകൾ കിട്ടി. കാരണം ഒരുപാട് ആളുകൾ പൈസ പറ്റിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കംപ്ലൈന്റ്സുകളൊക്കെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു ഇൻഡസ്ട്രിയെ ശരിക്കും വ്യക്തമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് മനസ്സിലായ ഒരു കാര്യം, ഒരുപാട് ഇത് കറക്റ്റ് പ്രോപ്പർ ചാനലിലൂടെ പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് നല്ലൊരു വലിയൊരു തൊഴിലവസരവും ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രി ആണെന്ന് തിരിച്ചറിയുകയും, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ തലത്തിലേക്ക് TDS ആയിട്ടും അതേപോലെ തന്നെ GST ആയിട്ടും നല്ലൊരു ഹ്യൂജ് എമൗണ്ട് വരാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം 2018 കൊണ്ടുവന്നത്. ഒരു MLM കമ്പനി എങ്ങനെ റൺ ചെയ്യണം, ഒരു MLM കമ്പനി എങ്ങനെ അവരുടെ പ്ലാൻ, അവരുടെ പ്രോഡക്ട്സ്, ഇതൊക്കെ എങ്ങനെ ഏത് രീതിയിലായിരിക്കണം, ഏതൊക്കെ സംഘടനകളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള സെറ്റ് കാര്യങ്ങളാണ് ഈ മോണിറ്ററിംഗ് മെക്കാനിസത്തിൽ അന്ന് ഗവൺമെന്റ് റിവീൽ ചെയ്തത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ആ ഒരു പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ്. നമുക്കറിയാം, ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും അത് കേൾക്കാനും ഒരു ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഓക്സിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ അബ്ദുൽ അർഷാദ് സാർ. അദ്ദേഹം അന്ന് ആ 8 ഈ പ്രോഗ്രാം മുഴുക്കെ കണ്ട് മനസ്സിലാക്കി എങ്ങനെ ഒരു കമ്പനി പ്രവർത്തിക്കണം, എങ്ങനെ എന്തൊക്കെ ഘടകങ്ങളാണ് ആ കമ്പനിക്ക് ഒരു ലീഗലായിട്ട് പക്ക ലീഗലായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തൊട്ട് അടുത്ത ദിവസം 2018 ഓഗസ്റ്റ് 9 ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്രാൻഡിന് അദ്ദേഹം രൂപകൽപ്പന ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ഓക്സിയുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരിലാണ്. ഓക്സിയുടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, സെൻട്രൽ കൺസ്യൂമർ അഫെയർ ഡിപ്പാർട്ട്മെന്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ്. ഇന്നേക്ക് നോക്കുകയാണെങ്കിൽ സക്സസ്ഫുള്ളി 6 വർഷമായിട്ട് 6 years കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. നമ്മൾ ഏത് കമ്പനി ചൂസ് ചെയ്യുകയാണെങ്കിലും ആ കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കമ്പനിക്ക് വ്യക്തമായിട്ട് അറിയാം. MD നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, MDയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം എപ്പോഴും പറയുന്ന അഫർമേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് 2035 500 ഫോർച്യൂൺ കമ്പനീസ് ലിസ്റ്റിൽ ടോപ്പ് 10 എത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ഓക്സി സത്യത്തിൽ ഇന്ത്യയിലുള്ള മറ്റു കമ്പനികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ സത്യത്തിൽ നമ്മുടെ കമ്പനിയുടെ ഓക്സിയുടെ ഫൗണ്ടർക്ക് താല്പര്യമില്ല. ഓക്സി എപ്പോഴും ഇന്റർനാഷണൽ മാർക്കറ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഓക്സിയുടെ ഫൗണ്ടർ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലെ, 2025 എന്താകണം, 2030 എന്താകണം, 2035 എന്താകണം എന്നുള്ളത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും കമ്പനിയുടെ മിഷൻ എന്താന്ന് വെച്ചാൽ, ആ സമയത്ത് ഒരുപാട് റിച്ച് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വലിയൊരു വിഷൻ. നമ്മൾ ഏത് കമ്പനി ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് ലീഗൽ ഒതന്റിക്കേഷൻ, ലീഗൽ സർട്ടിഫിക്കറ്റ്. ഈ കാണുന്നതാണ് നമ്മുടെ കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, സെൻട്രൽ കൺസ്യൂമർ അഫെയർ ഡിപ്പാർട്ട്മെന്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഗമുണ്ട്, അതേപോലെ തന്നെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട്, FSSAI സെൻട്രൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ കേരളത്തിന്റെ FSSAI സർട്ടിഫിക്കറ്റ് ഉണ്ട്, കർണാടകയുടെ GST ഉണ്ട്, കേരളത്തിന്റെ GST ഉണ്ട്, അതുപോലെ തന്നെ ഡൽഹിയുടെ GST ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കമ്പനിയുടെ ലീഗൽ ഒതന്റിക്കേഷൻ. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ,
പല ലീഡേഴ്സിനും അറിയില്ല. ഐ ഡി അടിച്ച യൂസർ ഐ ഡി പാസ്വേഡും കിട്ടിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ കാണാൻ കഴിയൂ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ ഒരുപാട് ലീഡേഴ്സിനുണ്ട്. ഒരിക്കലും ഇല്ല. ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ അതേപോലെ തന്നെ ഒരു ഇന്റർനെറ്റ് കണക്ഷനോ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് ഓക്സിജനോ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. അവിടെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആരാണ്, കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ്, കോണ്ടാക്ട് ലിസ്റ്റ് എന്താണ്, എബൌട്ടേഴ്സ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കമ്പനിയുടെ ടു സെറ്റ് കാര്യങ്ങൾ, സെൻട്രൽ കൺസ്യൂമർ അഫയർ ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഗം എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മുമ്പ് ഇതേപോലെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു കമ്പനി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ ബാക്ക് ബോൺസ്, പില്ലേഴ്സ് ആരൊക്കെ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ ഡോക്ടർ അബ്ദുൽ അർഷാദ് സാർ, കമ്പനിയുടെ വിഷണറി ആൻഡ് ഫൗണ്ടർ അല്ലെ. നമുക്കറിയാം ഡോക്ടർ അബ്ദുൽ അർഷാദ് സാറ് 33 വർഷത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വലിയൊരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതേപോലെ തന്നെ ഒരു LLB സ്റ്റുഡന്റ് കൂടിയാണ്. വരാനിരിക്കുന്ന മാസങ്ങളിൽ അദ്ദേഹം LLB സ്റ്റുഡന്റ് എന്ന പദവി കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം ഒരു വക്കീലായിട്ട് എൻറോൾ ചെയ്യപ്പെടും എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. അപ്പം ഒരു കമ്പനി റൺ ചെയ്യുന്ന സമയത്ത് 3 ഭാഗങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ആണ് അല്ലെ. സോഫ്റ്റ്വെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മുടെ ID എന്നും നമ്മൾ തുറന്നു നോക്കുന്നതൊക്കെ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ത്രൂ ആണ് അല്ലെ. അപ്പം നമുക്കറിയാം നമ്മുടെ MD ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. രണ്ടാമത്തെ കാര്യം ലീഗൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ലീഗൽ വൈസ് ഏതൊരു കമ്പനി റൺ ചെയ്യുന്ന സമയത്തും ലീഗലി ഒരുപാട് കാര്യങ്ങൾ വരും. ആ ലീഗൽ കാര്യങ്ങളൊക്കെ വളരെ തന്മയത്തോടു കൂടി ചെയ്യാൻ കമ്പനിക്ക് പറ്റണം. നമുക്കറിയാം അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വരാൻ പോവാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, എത്ര ലീഗാലിറ്റി ഉണ്ടെങ്കിലും എത്ര സോഫ്റ്റ്വെയർ ടീം ഉണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാർക്കറ്റിംഗ്. ഏതൊരു കമ്പനിക്കും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം 33 വർഷത്തെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റും ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ കമ്പനിയുടെ 3 ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള ആധിപത്യമുള്ള ഒരു ഫൗണ്ടറാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. രണ്ടാമതായിട്ട് എഡിസൺ ഫ്രാൻസിസ് സാർ നമ്മുടെ കോർപ്പറേറ്റ് ട്രെയിനറാണ്. എഡിസൺ സാറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ എഡിഫൈ ചെയ്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് വീഡിയോസും അതേപോലെ തന്നെ മെസ്സേജുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. മൂന്നാമതായത് നമ്മുടെ കോർപ്പറേറ്റ് മെന്റർ പ്രേംലാൽ സാർ. അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് ഓക്സി വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന എല്ലാ ലീഡേഴ്സിനും അറിയാം പ്രേംലാൽ സാറ് ഒരു നിസ്സാരമായ ഒരു വ്യക്തിയല്ല നമ്മുടെ മെന്റർ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹവും ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. നമുക്കറിയാം നാലാമതായിട്ട് നമുക്ക് വരുന്നത് ഡയറക്ടറാണ്. ഈ നമ്മുടെ ഓക്സിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഭാവി ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നമുക്ക് 2 ഡയറക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ഡയറക്ടറിന്റെ പേര് ER മധുസൂദനൻ സാറ്, രണ്ടാമത്തത് ഉബൈദ് സാറ്. രണ്ടാമത്തെ ഡയറക്ടർ നമ്മുടെ അർഷാദ് സാറിന്റെ ബ്രദർ കൂടിയാണ് ഉബൈദ് സാറ്. അതേപോലെ തന്നെ ജനറൽ മാനേജർ ആയിട്ട് വരുന്നത് സുധാകരൻ സാർ. ഇതാണ് കമ്പനിയുടെ പില്ലേഴ്സ്, ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കാരണം ഇവരെ കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനും പഠിക്കാനും ഉള്ള ഒരു വലിയൊരു അവസരം കൂടി ഉണ്ട്. അത് നിങ്ങൾ മാക്സിമം അതെന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. കമ്പനിയുടെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. ഡോക്ടർ സജീവ് കുമാർ ആണ് അടുത്തൊരു പ്രത്യേകത. നമുക്കറിയാം നമ്മുടെ ഓക്സിജനോ ഇന്റർനാഷണലിന് ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. വെൽനസ് കാറ്റഗറീസ് വരുന്ന ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. അതിൽ കുറച്ച് പ്രൊഡക്ട്സുകൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് പ്രൊഡക്ട്സ് ആണ്. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഡോക്ടർ സജീവ് കുമാർ ആണ്. ഡോക്ടർ സജീവ് കുമാർ ആണ് കമ്പനിയുടെ ഓൺ സയന്റിസ്റ്റ് ആണ്, ഓൺ ഡോക്ടർ ആണ്. നമുക്കറിയാം കമ്പനിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്, സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ. നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ പേര് ആയുശ്രീ പത്മ ഡയറ്ററി സപ്ലിമെന്റ്സ്. നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലാണ്.
നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത്. 100% നാച്ചുറൽ, 100% ഹെർബൽ, സീറോ കെമിക്കൽ, സീറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, കോസ്റ്റ് എഫക്റ്റീവ്, പ്രോവൻ റിസൾട്ട്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഓക്സിയുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതും അതേപോലെ തന്നെ അതിന്റെ ഏറ്റവും ഗുണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് ലീഡേഴ്സ് പഠിച്ചു കഴിഞ്ഞു അല്ലെ. നമുക്ക് ഒരു ഡോക്ടർ കൂടിയുണ്ട്, നമുക്കറിയാം ഡോക്ടർ AB സുരേഷ്, ഓക്സി വെൽനസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആയിട്ടാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം അദ്ദേഹം ഒരു റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ആണ്, ന്യൂട്രീഷണൽ സ്പെഷ്യലിസ്റ്റ് ആണ്, ഇന്റർനാഷണൽ യോഗ ഇൻസ്ട്രക്ടർ കൂടിയാണ്. നമ്മൾ മുമ്പേ കണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രോഡക്ട്സ് സർട്ടിഫിക്കറ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ പേരാണ് ആയുശ്രീ പത്മ ഡയറ്ററി സപ്ലിമെന്റ്സ് അല്ലെ. ഇതിൽ ISO സർട്ടിഫിക്കറ്റ് ഉണ്ട്, GMP സർട്ടിഫിക്കറ്റ് ഉണ്ട്, FSSAI സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഹലാൽ സർട്ടിഫിക്കറ്റും കൂടി നമ്മുടെ കമ്പനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് FMCG. നമ്മൾ ഇനി നമ്മുടെ കമ്പനിയുടെ പ്ലാനിലേക്കും നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യാണ്, എൻ്റർ ചെയ്യാൻ പോവാണ്. FMCG നമുക്കറിയാം, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഹോർലിക്സ് ആയിക്കോട്ടെ, ഡാബർ ആയിക്കോട്ടെ, നവരത്ന ആയിക്കോട്ടെ, സർഫെക്സൽ ആയിക്കോട്ടെ, സോൾട്ട് ആയിക്കോട്ടെ, ഉപ്പ് ആയിക്കോട്ടെ, മുളക് പൊടി ആയിക്കോട്ടെ, മല്ലിപ്പൊടി ആയിക്കോട്ടെ, ജീരകം ആയിക്കോട്ടെ, കടുക് ആയിക്കോട്ടെ, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സിയുടെ കൂടെ കീഴിൽ നമുക്ക് ഷോപ്പ് ടൈപ്പിലൂടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും അല്ലെ. കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്കറിയാം, ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, മിൻട്ര ആയിക്കോട്ടെ, സ്നാപ്ഡീൽ ആയിക്കോട്ടെ, ഊബർ ടാക്സി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഓയോ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്കറിയാൻ പറ്റും. ഇവരൊക്കെ എന്താ ചെയ്തത്, അതേ സിസ്റ്റത്തിലൂടെയാണ് ഇപ്പൊ നമുക്ക് ഓക്സി മുന്നോട്ട് പോകുന്നത്. കാരണം ഒരുപാട് ഷോപ്പുകളെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഈ ദുനിയാവിലുള്ള എല്ലാ പ്രൊഡക്റ്റും അല്ലെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് ഇതിൽ ഷോപ്പ് ടൈപ്പിലൂടെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനും നമുക്കും അവൈലബിൾ ആക്കാനുള്ള ഒരു സൂപ്പർ അവസരം നമ്മുടെ മുമ്പിലേക്ക് ഓക്സി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതില് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ആദ്യമായി നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇഫ് യു ആർ എ ഫാമിലി മാൻ, then your purchase will be minimum 20,000 rupees products from the market per month. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പ്ലീസ് കാൽക്കുലേറ്റ് യുവർ ഹോം എക്സ്പെൻസ്. അതായത് എല്ലാ മാസവും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെയ്യുന്ന മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഹോം എക്സ്പെൻസ്, അതായത് പ്രൊഡക്റ്റിന്റെ എക്സ്പെൻസ് എത്ര ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ ഗ്രോസറി വരുന്നുണ്ട്, വെജിറ്റബിൾസ് വരുന്നുണ്ട്, ഫ്രൂട്ട്സ് വരുന്നുണ്ട്, മീറ്റ് വരുന്നുണ്ട്, ഫിഷ് വരുന്നുണ്ട്, ക്രോക്കറി വരുന്നുണ്ട്, മെഡിക്കൽ ഷോപ്പ് ബില്ല് വരുന്നുണ്ട്, ഹോസ്പിറ്റൽ ബില്ല് വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ വരാം, ഫർണിച്ചർ ഷോപ്പ് വരാം, അതേപോലെ തന്നെ ഹോട്ടൽ ബില്ല് വരാം, അതേപോലെ തന്നെ റെസ്റ്റോറന്റ് വരാം, ടെക്സ്റ്റൈൽസ് വരാം, ജ്വല്ലറി വരാം, പെട്രോൾ പമ്പ് വരാം. അങ്ങനെ നമ്മുടെ ഒരു മാസം നമുക്ക് എത്ര രൂപ എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ സീരിയസ് അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിന്നും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്ന എമൗണ്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം ഇവിടെയൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് ചെലവുകളേ ഉള്ളൂ, നമുക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ഇല്ല. കമ്പനിയുടെ ഓക്സിയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ എക്സ്പെൻഡിച്ചർ ഈസ് അവർ ഇൻകം എന്നാണ്. അതായത് നമ്മളുടെ ചെലവുകളിൽ നിന്നും നമുക്കൊരു വരുമാനം കണ്ടെത്താനുള്ള ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് ഓക്സി നമ്മളെ മുമ്പിൽ നീട്ടിയിട്ടുള്ളത് എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് ശരിക്കും പഠിക്കുക. If you purchase for 20,000, then approximate generate 10 RP, 1000 രൂപ ജനറേറ്റ് ആവും. നമ്മളൊരു മന്ത്ലി നമ്മളൊരു 20,000 രൂപക്ക് അല്ലെങ്കിൽ അതിന്റെ മേലേക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 10 RP അവിടെ ജനറേറ്റ് ആവും. നമുക്കറിയാം ഒരു RP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയാണ്. സപ്പോസ് അത് പോട്ടെ, നമുക്ക് ഒരു RPയും 10 RPയും ജനറേറ്റ് ആയാലും ഉണ്ടാകുന്ന ഒരു ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയെന്നുള്ളത് നമ്മളൊന്ന് വാച്ച് ചെയ്യാം. അതായത് ഒരു RP ആണ് ജനറേറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 2000 2500 രൂപക്കോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു RP ജനറേറ്റ് ആവും. അതല്ല നിങ്ങളൊരു മന്ത്ലി ഒരു 20,000 രൂപക്കാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 10 RP ജനറേറ്റ് ആകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പനി നമുക്കൊരു റെഡീം വാലറ്റ് തരുന്നുണ്ട്, ഒരു റെഡീം കൂപ്പൺ തരുന്നുണ്ട്. ശ്രദ്ധിക്കുക, റെഡീം കൂപ്പൺ തരുന്നുണ്ട്. ആ റെഡീം കൂപ്പൺ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ചെലവ് എക്സ്പെൻസിൽ നിന്നും
എന്താണ് നമുക്കത് ഒരു ചെറിയൊരു എമൗണ്ട് ആയിട്ട് റിട്ടേൺ തരുന്നുണ്ട്. അതെങ്ങനെ വെച്ചാൽ ഒരു RP ആണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 40 രൂപ നമുക്ക് റെഡീം വാലറ്റിലേക്ക് കമ്പനി തരും. അതല്ല 10 RP ആണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 400 രൂപ നമ്മുടെ റെഡീം വാലറ്റിലേക്ക് തരും. ഇനി നമുക്കറിയാം ഈ കമ്പനി നമുക്ക് ലെവൽ ഇൻകം കൂടി നമുക്ക് തരുന്നുണ്ട് ഷോപ്പ് ടൈപ്പിൽ അല്ലെ. അപ്പം 19 ലെവലിലായിട്ട് ഒരു RP ആണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 19ന് ഈക്വൽ ആയിട്ട് ഓരോ രൂപ വെച്ചിട്ട് ലെവൽ ഇൻകം തരും. അതല്ല 10 RP ആണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് 10 രൂപ വെച്ചിട്ട് ഈക്വൽ ആയിട്ട് 190 രൂപ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. 190 പിന്നെ 10 രൂപ ആയിട്ട് അവിടെ ഞാൻ പെർ ഹെഡ് എന്ന് എഴുതിയില്ല, 10 റുപ്പീസ് പെർ ഹെഡ് എന്നാണ് എഴുതേണ്ടത്. അത് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംഭവിച്ചു പോയതാണ്, കുഴപ്പമില്ല. അപ്പം 190 രൂപ 19 ആളുകളിലേക്ക് 190 രൂപ ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ആരാണോ ഷോപ്പ് ടൈപ്പ്, നമുക്കറിയാം ഷോപ്പ് ടൈപ്പിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണോ ഷോപ്പ് ടൈപ്പ് ചെയ്തത് ഒരു RP ആണെങ്കിൽ അദ്ദേഹത്തിന് 5 രൂപ കിട്ടും, 10 RP ആണെങ്കിൽ അദ്ദേഹത്തിന് 50 രൂപ കിട്ടും. ഡ്രീമർ പൂൾ, നമുക്കറിയാം ഈ കമ്പനിയിൽ ഒരുപാട് റാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റാങ്കിൽ ഒരു റാങ്ക് ആണ് ഡ്രീമർ റാങ്ക്. ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, ഡ്രീമർ എന്ന് പറയുന്ന റാങ്കിലേക്ക് 3 രൂപ കമ്പനി ഒരു RP ആണെങ്കിൽ മാറ്റി വെക്കുന്നു, 10 RP ആണെങ്കിൽ 30 രൂപ മാറ്റി വെക്കുന്നു. അടുത്തത് സ്പാർട്ടൻ റാങ്കിന്റെ പൂളിലേക്ക് ഒരു RP ആണെങ്കിൽ 2 രൂപ മാറ്റി വെക്കും. അതേപോലെ തന്നെ 10 RP ആണെങ്കിൽ 20 രൂപ മാറ്റി വെക്കും. അതേപോലെ തന്നെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന റാങ്ക്, ആ ക്യാപ്റ്റൻ പൂളിലേക്ക് ഒരു RP ആണെങ്കിൽ 1 രൂപ മാറ്റി വെക്കും, 10 RP ആണെങ്കിൽ 10 രൂപ മാറ്റി വെക്കും. ബാലൻസ് എമൗണ്ട് GST ആയിട്ടും പ്ലാറ്റ്ഫോം ചാർജ് ആയിട്ടും കമ്പനി വെക്കും. അങ്ങനെ 1000 രൂപയും 100 രൂപയും ഈ രീതിയിലാണ് കമ്പനി എന്ത് ചെയ്യും, ഷോപ്പ് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഒരു മാസം എത്ര രൂപക്ക് പർച്ചേസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ലെവൽ ഇൻകം നമുക്കറിയാം 19 ലെവലിലേക്ക് നമ്മുടെ കമ്പനി 19 ലെവലിലായിട്ട് നമുക്ക് ഇൻകം തരുന്നുണ്ട്. അവിടെ ഒരു RP ആണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 രൂപ വെച്ച് കിട്ടും. അതല്ല 10 RP ആണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 രൂപ വെച്ച് പെർ ഹെഡ് ഒരു ഫാമിലിന്റെ കയ്യിൽ നിന്ന് 10 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു 5 ലെവൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നാട്ടിലായിക്കോട്ടെ, നിങ്ങളുടെ പരിസരത്തായിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ, ഒരു 10 ഫാമിലിയെ, അതായത് അരി, പഞ്ചസാര, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ, അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്ന ഒരു 10 ഫാമിലിയെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരിലൂടെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വെറും 5 ലെവലിൽ നടക്കുന്ന കൗണ്ട് എത്ര ആളുകൾ വരും, എത്ര കസ്റ്റമേഴ്സ് വരും എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ലെവലിൽ നിങ്ങൾ ഒരു 10 ഫാമിലിയെ കൊണ്ടുവന്നാൽ 10 ഫാമിലി ഉണ്ടാവും. അത് രണ്ടാമത്തെ ലെവലിൽ എത്തുമ്പോൾ അത് 100 ഫാമിലി ആവും. മൂന്നാമത്തെ ലെവലിൽ എത്തുമ്പോൾ അത് 1000 ഫാമിലി ആവും. നാലാമത്തെ ലെവലിൽ എത്തുമ്പോൾ അത് 10,000 ഫാമിലി ആവും. അഞ്ചാമത്തെ ലെവലിൽ എത്തുമ്പോൾ അത് 1,00,000 ഫാമിലി ആവും. വെറും 5 ലെവലേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ 5 ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫാമിലിയുടെ കയ്യിൽ നിന്നും മാസത്തിൽ 10 രൂപ വെച്ച് കിട്ടിയാൽ പോലും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു എമൗണ്ട് എങ്ങനെ നോക്കാം. അതായത് 10 ഫാമിലി ഇൻറ്റു 10 ഇസിക്കൽ ടു 100 അല്ലെ, 100 രൂപ കിട്ടും ഒന്നാമത്തെ ലെവലിൽ. രണ്ടാമത്തെ ലെവലിലാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് 1000 രൂപ കിട്ടും. മൂന്നാമത്തെ ലെവലിൽ 10,000 രൂപ കിട്ടും. നാലാമത്തെ ലെവലിൽ നമുക്ക് 1,00,000 രൂപ കിട്ടും. അഞ്ചാമത്തെ ലെവലിൽ 10,00,000 രൂപ കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കുക, 19 ലെവൽ ഉണ്ട്. ഏറ്റവും അടിയത്ത് നോക്കുക, 19 ലെവൽ വി ഹാവ്. നമുക്ക് 19 ലെവൽ ഉണ്ട്. ജസ്റ്റ് കാൽക്കുലേറ്റ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് മെനക്കെട്ട് ഇരുന്നിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 0 ഇടം തികയില്ല, നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കാണിക്കാൻ കഴിയില്ല. കാരണം 5 ലെവൽ ആയപ്പോൾ തന്നെ ഒരു ഫാമിലിയുടെ കയ്യിൽ നിന്നും മാസം 10 രൂപ വെച്ച് കിട്ടിയാൽ പോലും 10,00,000 രൂപ ജനറേറ്റ് ആകും എന്നുള്ളതാണ് വെറും 5ാമത്തെ ലെവലിൽ. അപ്പൊ 19ാമത്തെ ലെവലിലേക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇനി പോട്ടെ, 1 രൂപയാണ് ഒരു ഫാമിലിയുടെ കയ്യിൽ നിന്ന് ഒരു മാസം കിട്ടുന്നതെങ്കിൽ എത്ര രൂപ ഉണ്ടാവുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കിളി പോകുന്നില്ല. അപ്പൊ നമ്മൾ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി, വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ നിങ്ങൾ സക്സസ് ആകും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. ഇനി അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം,
ഷോപ്പ് ടൈപ്പ് ഇൻസെന്റീവ് അച്ചീവർ 5%. അതായത് 10 RP ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഷോപ്പ് ടൈപ്പ് ചെയ്ത വ്യക്തിക്ക് 50 രൂപ കിട്ടും അല്ലെ. ഒരു 1 lakh കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് മാസം 50 ലക്ഷം രൂപ അത് തന്നെ ഉണ്ടാവും. വെറും 5 ലെവലില് 19 ലെവൽ ഉണ്ടെന്ന് ഓർക്കണം. ഓക്കെ, ഇതുകൊണ്ടാണ് ഷോപ്പ് ടൈപ്പിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ലീഡേഴ്സ് എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഡ്രീമർ പൂളിലേക്ക് ഒരു 3% മാറ്റി വെക്കുന്നുണ്ട്. ആ ഡ്രീമർ പൂളിലേക്ക് 3% മാറ്റുന്നു. അതായത് വെറും 5 ലെവലിൽ മാത്രം 30 രൂപ വെച്ച് പെർ ഹെഡ് കിട്ടുമ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടുമ്പോൾ 30 ലക്ഷം രൂപ ഡ്രീമർ പൂളിലേക്ക് ഉണ്ടാവും. ആ ഡ്രീമർ പൂളിൽ എത്ര പേരുണ്ടോ അവർക്ക് ആ 30 ലക്ഷം രൂപയെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതേപോലെ തന്നെ സ്പാർട്ടൻ റാങ്കിലേക്ക് 2%, അതായത് 20 ലക്ഷം രൂപ വരും. അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ പല കമ്പനികളും നമുക്കറിയാം ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന റാങ്കിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടൂല. പ്രസന്റ്ലി നമ്മൾ ഏത് റാങ്കിലാണല്ലോ ആ റാങ്കിന്റെ ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഷോപ്പ് ടൈപ്പിന്റെ ഇന്റർനാഷണൽ റോയൽറ്റിയിൽ നമ്മൾ സ്പാർട്ടൻ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ഡ്രീമർ പൂളിന്റെ ഇൻകം കൂടി നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ക്യാപ്റ്റൻ റാങ്കിലേക്ക് 1%, അതായത് 10 ലക്ഷം രൂപ വരും. ആ 10 ലക്ഷം രൂപനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. പ്ലസ് ഡ്രീമർ പൂളിന്റെ റാങ്കും കിട്ടും, സ്പാർട്ടൻ റാങ്കിന്റെ റാങ്കും കിട്ടും, പൂളിംഗും കിട്ടും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കി ഒന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പ്ലാൻ പറയാൻ നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ കാണുന്ന ഒരു ഇന്റർഫിയർ നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കമ്പനി ഔട്ട്സോഴ്സ് ചെയ്തുള്ള പ്രൊഡക്ട്സുകളുണ്ട്. നമുക്ക് കമ്പനി നമ്മളോട് പറയുന്നത് കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഒരു ബിസിനസ് കസ്റ്റമർ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബിസിനസ് കസ്റ്റമർ ആവണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇതിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചിട്ടുള്ളൂ, 60-ലധികം പ്രൊഡക്റ്റുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ബിസിനസ് കസ്റ്റമർ ആകാൻ കഴിയുമെന്നുള്ളതാണ്. കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വ്യക്തിക്ക് അസുഖം വരുന്നതിന് മുമ്പേ ഒരു മുൻകരുതൽ എടുക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ മാറ്റി നിർത്താൻ കഴിയും. അതല്ല മുൻകരുതൽ നമ്മൾ എടുത്തിട്ടില്ല, അസുഖം വന്നുപോയെങ്കിൽ ആ അസുഖത്തിന് ഒരുപാട് അസുഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള പ്രൊഡക്ട്സുകളാണ് നമ്മളുടെ വെൽനസ് കാറ്റഗറിയിലുള്ള നമ്മുടെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റിലുള്ള പ്രൊഡക്റ്റുകൾ ഉള്ളത്. ഓക്കെ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുക്കാം. നമുക്ക് കമ്പനി ഒരിക്കലും നിങ്ങളെ കമ്പൽ ചെയ്യൂല. MLM നിയമപ്രകാരം ഒരിക്കലും ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ പറയരുത്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഒരു ബിസിനസ് കസ്റ്റമർ ആവാം. ഈ പ്രൊഡക്റ്റിന്റെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് 15 ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഉള്ള ഇന്ത്യയിലെ ഫസ്റ്റ് MLM ഇൻഡസ്ട്രി. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു MLM കമ്പനിയാണ്. 15 ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ MLM കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് ഇപ്പൊ നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും അത് പഠിച്ചു കഴിഞ്ഞു അല്ലെ. വെൽനസ് കാറ്റഗറിയിൽ 10 ടൈംസ് മേലാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. എല്ലാ 3 മാസം കൂടുമ്പോഴും ഇതിന്റെ ഓരോ പ്രൊഡക്റ്റിന്റെയും ലൈസൻസ് റിന്യൂവൽ ചെയ്തുകൊണ്ടേയിരിക്കണം, എങ്കിൽ മാത്രമേ അതിന്റെ സർട്ടിഫിക്കറ്റ് നിലനിൽക്കുള്ളൂ. നമുക്കറിയാം ലിസ്റ്റഡ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് വെബ്സൈറ്റ്, അതായത് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് കംപ്ലീറ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കത് അറിയാം. അതെങ്ങനെയാണ് അത് നോക്കുക, അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അവരത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം, ഇപ്പൊ നമ്മൾ കമ്പനിയെ കുറിച്ച് അറിഞ്ഞു, പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു, ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിനെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ കമ്പനീന്റെ ഒരു ഭാഗമായിട്ട് മാറാൻ വേണ്ടി ഒരു ബിസിനസ് കസ്റ്റമർ ആയി അല്ലെ. ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് കസ്റ്റമർ ആയി. നൗ യു ആർ എ ബിസിനസ് കസ്റ്റമർ. ഇപ്പോ നിങ്ങളൊരു റെഡീം കൂപ്പണും കൂടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കമ്പനിയിൽ നിന്നും ഏത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്താലും, ഒരു ബിസിനസ് കസ്റ്റമർ ആവാൻ വേണ്ടിയിട്ട് ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പ്രൊഡക്റ്റിന്റെ കൂടെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു കോംപ്ലിമെന്റ് റെഡീം കൂപ്പണും കൂടി ജനറേറ്റ് ആവും. ആ കോംപ്ലിമെന്റ് റെഡീം കൂപ്പണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു കാൻ റെഡീം ഫ്രം ദ ഷോപ്പ് വേർ ടൈപ്പ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഏത് ഷോപ്പിൽ നിന്നും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് ആ റെഡീം കൂപ്പൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റെഡീം ചെയ്ത് കിട്ടി ആ എമൗണ്ട് നമ്മുടെ വാലറ്റിലേക്ക് കമ്പനി പ്ലേസ് ചെയ്ത് തരും. ഇതാണ് കാരണം നമുക്കറിയാം ഒരുപാട് ലീഡേഴ്സ്, ഇവൻ ഞാനടക്കം
ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് നമുക്ക് എങ്ങനെ റെഡീം നമ്മൾ 10 രൂപയായിട്ടും 15 രൂപയായിട്ടും 20 രൂപയായിട്ടൊക്കെ നമുക്ക് റെഡീം ചെയ്ത് എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുള്ള അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇനി നമ്മൾ ഈ കമ്പനി ഏറ്റെടുത്തു, നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടി, അതിന്റെ കൂടെ ഒരു ക്രെഡിറ്റ് കൂപ്പണും കിട്ടി, പ്ലസ് നമുക്ക് ഇനി എങ്ങനെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള വരുമാനങ്ങളാണ് നമുക്ക് കമ്പനി തരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതില് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 5 ക്ലബുകളുണ്ട്. നമുക്കറിയാം 1 RP = 100 rupees. എപ്പോഴും നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവണം. 5 ക്ലബിൽ ഫസ്റ്റ് ക്ലബാണ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്. സ്റ്റാർട്ടപ്പ് ക്ലബിലേക്ക് ഒരു വ്യക്തിക്ക് വരണമെങ്കിൽ 10 RPയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണിച്ചു, അതിൽ ഏതെങ്കിലും 10 RP വരുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അതായത് 1000+ രൂപയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടപ്പ് ക്ലബിൽ ഒരു ബിസിനസ് കസ്റ്റമർ ആവാൻ പറ്റും. രണ്ടാമത്തേത് പ്രീമിയം ക്ലബ്ബ് 10 RP 10,000+. മൂന്നാമത്തേത് മില്യൺ ക്ലബ്ബ് 1000 RP 1 lakh+. നാലാമത്തേത് ബില്യൺ ക്ലബ്ബ് 1 lakh+. അഞ്ചാമത്തേത് ട്രില്യൺ ക്ലബ്ബ് 1 crore+. ഈ 5 ക്ലബ്ബുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ്സിലേക്ക് വരാൻ പറ്റും. പക്ഷെ ഇവിടെ കമ്പനി നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്താ വെച്ചാൽ, ബില്യൺ ക്ലബ്ബും ട്രില്യൺ ക്ലബിലേക്കും ഡയറക്റ്റ് ആക്സസ് ഇല്ല, ഡയറക്റ്റ് എൻട്രി ഇല്ല. നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അവൈലബിൾ അല്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് അച്ചീവ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ നിലവിൽ നമുക്ക് 2 ക്ലബ്ബുകളാണ് കമ്പനി ലോഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്ലബ്ബ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്, രണ്ടാമത്തെ ക്ലബ്ബ് പ്രീമിയം ക്ലബ്ബ്, മൂന്നാമത്തെ ക്ലബ്ബ് ഉടനടി തന്നെ ഏതാനും മാസങ്ങൾക്കകം മൂന്നാമത്തെ ക്ലബ്ബ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നിലവിൽ നമുക്ക് 2 ക്ലബ്ബുകളാണ് ഉള്ളത്. പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കി 3 ക്ലബിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും. ഡയറക്റ്റ് മില്യനോ അല്ലെങ്കിൽ പ്രീമിയോ നമ്മൾ ചൂസ് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് സ്റ്റാർട്ടപ്പിൽ തുടങ്ങിയാൽ പോലും നമുക്ക് പ്രീമിയവും മില്യണും ബില്യണും ട്രില്യനും ഒക്കെ ഓട്ടോമാറ്റിക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സൂപ്പർ അവസരം ഇവിടെ ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ട്രഷർ പ്ലാൻ, ഇൻട്രൊഡ്യൂസിങ് ആൻ ഇന്നോവേറ്റീവ് ബിസിനസ് പ്ലാൻ ഇൻ ബൈനറി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രഷർ പ്ലാൻ എന്ന് പറയുന്ന ഒരു ബൈനറി പ്ലാൻ ഒരു MLM കമ്പനിയിൽ വരുന്നത്. അത് ഓക്സിജൻ ഇന്റർനാഷണൽ ആയി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഈ ഒരു പ്ലാന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു ദിവസം 1 കോടിയിലധികം വരുമാനം, ഒരു ദിവസം 1 കോടിയിലധികം വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സൂപ്പർ അവസരമുണ്ട്. അത് നമ്മൾ മാക്സിമം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാവും. ഇവിടെ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ചൂസ് ചെയ്താൽ പോലും ബാക്കി 4 ക്ലബിലേക്ക് ഓട്ടോമാറ്റിക് എത്താമെന്ന്. അതെങ്ങനെയാണ്? ഇപ്പൊ സപ്പോസ് ബാബു എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർട്ടപ്പ് ക്ലബിൽ ഒരു ബിസിനസ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ, 10 RPയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്ത് ബിസിനസ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നത് ബൈനറിയിലൂടെയാണ്. ബൈനറിയിൽ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? അദ്ദേഹത്തിന് ഒരു റൈറ്റ് ചാനലും ഒരു ലെഫ്റ്റ് ചാനലും ലഭിക്കും. റൈറ്റ് ചാനലിലും ലെഫ്റ്റ് ചാനലിലും ഓരോ ബിസിനസ്സിൽ കൊണ്ടുവരുമ്പോൾ ഒരു പെയർ മാച്ച് ആവും. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് പെയർ മാച്ച് ആക്കിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി വരുമാനം എടുക്കാൻ പറ്റും. അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. ഇവിടെ അദ്ദേഹത്തിന് കിട്ടുന്ന ബൈനറിയിൽ കിട്ടുന്ന ഓരോ 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള 3ാമത്തെ പെയർ, 6ാമത്തെ പെയർ, 9ാമത്തെ പെയർ, അതേപോലെ തന്നെ 12ാമത്തെ പെയർ, 15ാമത്തെ പെയർ, അങ്ങനെ ഓരോ 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള പെയർ മാച്ച് ഇൻകം വരുമാനം കമ്പനി ബാബു സാറിനും കൊടുക്കൂല, കമ്പനിയും അത് എടുക്കൂല. പകരം എന്ത് ചെയ്യും? ബാബു സാറിന്റെ ബ്രൈറ്റ് ഫ്യൂച്ചർ, ബാബു സാറിന്റെ സൂപ്പർ ലക്ഷറി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ബാബു സാറിന് കൂടുതൽ വരുമാനം ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത പ്ലാൻ ഏതാണോ ആ പ്ലാനിന്റെ ടോപ്പ് അപ്പ് വാലറ്റിലേക്ക് ആ എമൗണ്ട് 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള ജോഡിയുടെ എമൗണ്ട് ആ ടോപ്പ് അപ്പ് വാലറ്റിലേക്ക് കൊണ്ടുപോയിടും. തൊട്ടടുത്ത പ്ലാന്റെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ആ ടോപ്പ് അപ്പ് വാലറ്റിലേക്ക് എത്തുന്ന സമയം, ഒരു ദിവസം അതിൽ ടോപ്പ് അപ്പ് വാലറ്റിൽ തൊട്ടടുത്ത പ്ലാന്റെ എമൗണ്ട് എത്തും. ആ എത്തുന്ന സമയം ആ തൊട്ടടുത്ത പ്ലാൻ ആക്ടിവേഷൻ ആക്കാനും അതിന്റെ പ്രൊഡക്റ്റ് വീട്ടിലെത്തിക്കാനും കമ്പനി അദ്ദേഹത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ്. ഇതേപോലെ ട്രില്യൺ വരെ, അതായത്
ലാസ്റ്റ് ക്ലബ്ബാണ് ട്രില്യൺ. ട്രില്യൺ വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ട്രില്യൺ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പിൽ നിന്നും പ്രീമിയത്തിൽ നിന്നും മില്യണിൽ നിന്നും ബില്യണിൽ നിന്നും എവറി തേർഡ് പെയർ എന്ത് ചെയ്യും, ട്രില്യന്റെ ടോപ്പ് അപ്പ് വാലറ്റിലേക്ക് ജമ്പ് ചെയ്തിട്ട് ട്രില്യൺ എമൗണ്ട് റീച്ച് ആവുന്ന സമയത്ത് ട്രില്യൺ ഐഡിയും ആക്ടിവേഷൻ ആവും. അങ്ങനെ 5 ഐഡിയും ഇതേപോലെ ആക്ടിവേഷൻ ആവും. ബാക്കി 4 സ്റ്റാർട്ടപ്പിൽ തുടങ്ങി കഴിഞ്ഞാൽ ബാക്കി 4 ഐഡികളും ഓട്ടോമാറ്റിക് ഇതേപോലെ ആക്ടിവേഷൻ ചെയ്ത് എടുക്കാനുള്ള ഒരു സൂപ്പർ അവസരമുണ്ട്. ട്രില്യൺ കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഐഡിയ ആക്ടിവേഷൻ ചെയ്യാനില്ല, വേറൊരു ക്ലബ് ആക്ടിവേഷൻ ചെയ്യാനില്ല, ഐഡിയ അല്ല ക്ലബ് ആക്ടിവേഷൻ ചെയ്യാനില്ല. അപ്പം പിന്നീട് ജമ്പിങ് ഉണ്ടാവില്ല. ആ ജമ്പ് ചെയ്യുന്ന എമൗണ്ട് എന്താവും, ഓട്ടോമാറ്റിക് ബാബു സാറിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ കമ്പനി അത് പ്ലേസ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റുള്ള ക്ലബ്ബുകൾ എങ്ങനെയാണ് ആക്ടിവേഷൻ ആകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഉദാഹരണത്തിന് ബാബു സാറ് 10 RPയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, സ്റ്റാർട്ടപ്പ് ക്ലബിൽ ഒരു മെമ്പറായി. അവിടെ ബാബു സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നെ അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നാൽ സ്പോട്ടിൽ അദ്ദേഹത്തിന് ഒരു ബോണസ് ലഭിക്കും. ആ ബോണസിന്റെ പേരാണ് സ്റ്റാർട്ടപ്പ് ബോണസ്. 50 രൂപ ലഭിക്കും. ഇവിടെ ബാബു സാറിന് പിന്നീട് പെയർ മാച്ച് ചെയ്തിട്ട്, ജോഡി മാച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിന് വരുമാനം സമ്പാദിക്കാനുള്ള ഒരു സൂപ്പർ അവസരമുണ്ട്. ആ അവസരത്തിൽ ഏറ്റവും ആദ്യം, അതായത് ഏത് ഐഡിയ ആണോ ബാബു സാർ വരുമാനം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ആ ഐഡിയയിൽ ലൈഫിൽ ജീവിതത്തിൽ ഒരു തവണ 1:2 2:1, അതായത് എ വന്നു ബി വന്നു, എയുടെ തായോ അല്ലെങ്കിൽ ബിയുടെ തായോ സി അല്ലെങ്കിൽ ഒരു ഡി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നാൽ ആദ്യത്തെ പെയർ മാച്ച് ആവും. അതായത് ടൈൽ ഇറങ്ങാന്ന് പറയും. ആദ്യത്തെ പെയർ മാച്ച് ആവും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് 200 രൂപ കിട്ടും. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടോ അല്ലെങ്കിൽ ടീം വൈസ് അദ്ദേഹം കൊണ്ടുവന്ന ടീമിന്റെ പ്രയത്നം കൊണ്ടോ 1:1 എന്ന റേഷ്യോയിൽ അദ്ദേഹത്തിന് ഓരോ ജോഡി മാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു പ്രോസസ്സ് ഒരു ദിവസം 25 ജോഡി വരെ തുടരും. 25 ജോഡി ആയി കഴിഞ്ഞാൽ 26ാമത്തെ ജോഡിയുടെ വരുമാനം അദ്ദേഹത്തിന് കിട്ടൂല, അത് വാഷ് ഔട്ട് ആവും. അതേസമയത്ത് 25 ജോഡിയുടെ എമൗണ്ട് 5000 രൂപ ലഭിക്കും. ആ 5000 രൂപ ഒരു ദിവസം അദ്ദേഹത്തിന് ലഭിച്ചാൽ, 25 ജോഡി മാച്ച് ചെയ്ത് 5000 രൂപ ലഭിച്ചാൽ അദ്ദേഹം സ്റ്റാർട്ടപ്പ് ക്ലബിൽ സീലിംഗ് അച്ചീവറായി മാറുമെന്നുള്ള. ഇനി ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ലീഡേഴ്സിന്റെ കയ്യിൽ ഓൾറെഡി ഈ ഒരു പിക്ചർ ഉണ്ടാകും. എന്നിരുന്നാലും ഇല്ലാത്ത വ്യക്തികൾക്ക് ഇതെന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എ വന്നു, ബി വന്നു, സി വന്നു, ഡി വന്നു, ഒരു പെയർ മാച്ചായി, സെക്കൻഡ് പെയർ മാച്ചായി, തേർഡ് പെയർ മാച്ചായി. തേർഡ് പെയർ മാച്ച് ചെയ്ത ഇൻകം കമ്പനി ബാബു സാറിന് കൊടുക്കൂല. പകരം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത പ്ലാൻ ഏതാണോ പ്രീമിയം, ആ പ്രീമിയം ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ടോപ്പ് അപ്പ് വാലറ്റിലേക്ക് പോകും. ഇപ്പൊ സപ്പോസ് ഇന്ന് ബാബു സാർ 25 പേര് മാച്ച് ചെയ്താൽ അതിൽ നിന്നും 3, 6, 9, 12, 15, 18, 21, 24 അങ്ങനെ 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള 8 ജോഡി എമൗണ്ട് ടോപ്പ് അപ്പ് വാലറ്റിലേക്ക് എത്തും. ആ ടോപ്പ് അപ്പ് വാലറ്റിലേക്ക് പ്രീമിയം പാക്കേജിന്റെ എമൗണ്ട് റീച്ച് ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, ആക്ടിവേഷൻ ആവും. അതിന്റെ പ്രൊഡക്റ്റ്, പ്രീമിയം പാക്കേജിന്റെ പ്രൊഡക്റ്റ് ബാബു സാറിന്റെ വീട്ടിലേക്ക് എത്തും ചെയ്യും. ഇതാണ് പ്രോസസ്സ്. ഓക്കെ, ഇനി അടുത്ത ക്ലബ്ബാണ് പ്രീമിയം ക്ലബ്ബ്. ഇപ്പൊ ബാബു സാർ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രീമിയത്തിൽ എത്തി. ബാബു സാറിന്റെ പിന്നാലെ തന്നെ ഞാനും. എന്റെ സ്പോൺസർ ആരാണ്? എന്റെ സ്പോൺസർ ബാബു സാറാണ്. ബാബു സാറിന് സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ എത്തുമ്പോൾ ഒരു ബോണസും കൂടെ ജനറേറ്റ് ആവും. ആ ബോണസിന്റെ പേരാണ് പ്രീമിയം ബോണസ്. 500 രൂപ അദ്ദേഹത്തിന് ലഭിക്കും. മുമ്പ് ലഭിച്ചത് 50, അതിന്റെ കൂടെ ഒരു 0 കൂടെ കൂട്ടി 500 രൂപ അദ്ദേഹത്തിന് ബോണസ് ആയിട്ട് ലഭിക്കും. അതായത് റെഫർ ലിങ്ക് ലഭിക്കും എന്നർത്ഥം. ഇവിടെ ഒരു പെയർ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപ ലഭിക്കും. ഇവിടെ ഒരു ദിവസം ബാബു സാറിന് 10 പെയർ വരെ മാച്ച് ചെയ്ത് 20000 രൂപ പെർ ഡേ സമ്പാദിക്കാനുള്ള ഒരു സൂപ്പർ അവസരമുണ്ട്. ഇന്ന് ബാബു സാർ 20000 രൂപ 10 പെയർ മാച്ച് ചെയ്തിട്ട് 20000 രൂപ സമ്പാദിച്ചാൽ കമ്പനിയുടെ പ്രീമിയം ക്ലബിന്റെ സീലിംഗ് അച്ചീവർ ആയിട്ട് മാറാനുള്ള ഒരു അവസരം ബാബു സാറിന് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഈ നിലവിൽ നമുക്ക് ഈ 2 ക്ലബ്ബുകളാണ് നമുക്കിപ്പോ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്നത് 5 ക്ലബ്ബുകളാണ് അല്ലെ? സ്റ്റാർട്ടപ്പ്, പ്രീമിയം, മില്യൺ, ബില്യൺ, ട്രില്യൺ. ഈ 5 ക്ലബും ഒരു ദിവസം, ഇപ്പൊ ഞാൻ 2 ക്ലബിന്റെ വരുമാനമാണ് പറഞ്ഞതെങ്കിലും, പക്ഷെ നമുക്ക് ബാക്കി 5 ക്ലബിലും കൂടി സീലിംഗ് ആയി കഴിഞ്ഞാൽ എത്ര രൂപ ബാബു സാറിന് ലഭിക്കും എന്നുള്ളത് നോക്കാം. ഒരു ദിവസം, 1 വർഷം എടുത്തോട്ടെ, 2 വർഷം എടുത്തോട്ടെ, 3 വർഷം കൊണ്ട് ബാബു സാർ 5 ക്ലബും ഒരു ദിവസം ഇന്ന് സീലിംഗ് ആയി. 1 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടോ 5 ക്ലബും ബാബു സാർ സീലിംഗ് ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ക്ലബിൽ അദ്ദേഹത്തിന് 5000 രൂപ ലഭിക്കും. പ്രീമിയം ക്ലബിൽ അദ്ദേഹത്തിന് 20000 രൂപ ലഭിക്കും.
മില്യൺ ക്ലബിൽ 2 ലക്ഷം ലഭിക്കും, ബില്യൺ ക്ലബിൽ 20 ലക്ഷം ലഭിക്കും, ട്രില്യൺ ക്ലബിൽ 1 crore ലഭിക്കും. ഒറ്റ ദിവസം കൊണ്ട് ഈ 5 ക്ലബും സീലിംഗ് ആയി കഴിഞ്ഞാൽ ഈ കാണുന്ന 5 എമൗണ്ടും അദ്ദേഹത്തിന് ഒറ്റ ദിവസം ലഭിക്കും. അത് 1,22,25,000 രൂപ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കാം. നമ്മള് ആദ്യത്തെ ക്ലബ്ബ് സ്റ്റാർട്ടപ്പ്, രണ്ടാമത്തത് പ്രീമിയം, ബാക്കി 3 ക്ലബും കൂടി ഇതേപോലെ നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് സീലിംഗ് ആവാൻ കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഒരു ദിവസം തന്നെ ഈ ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പൊ ഈ കോടികൾ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഒരു മനപ്രയാസം ഉണ്ടാവും. ഇത് തട്ടിപ്പാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ചിന്തിച്ചു പോകും. കാരണം അല്ലെ, ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞ മാതിരിയാണ്. നിങ്ങൾ ആ 3 ക്ലബ്ബ് മാറ്റി നിർത്തിയിട്ട് ആദ്യത്തെ 2 ക്ലബ്ബായ സ്റ്റാർട്ടപ്പ് ക്ലബ്ബും പ്രീമിയം ക്ലബ്ബും മാത്രം ഫോക്കസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും. അതെങ്ങനെ? ഫോർ എക്സാമ്പിൾ, നമ്മൾ 2 ക്ലബ്ബ് ലോഞ്ച് ചെയ്തു. അതിൽ ഒന്നാമത്തെ ക്ലബ്ബ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്, രണ്ടാമത്തെ ക്ലബ്ബ് പ്രീമിയം ക്ലബ്ബ്. ഈ സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ നമ്മൾ ഒരു ഐഡിയ ആണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ബാബു സാറിന് ഒരു ദിവസം 5,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെയിലി അദ്ദേഹം 5,000 രൂപ ഏൺ ചെയ്യുകയാണെങ്കിൽ മാസം അയാൾക്ക് അദ്ദേഹത്തിന് 1,50,000 രൂപ ലഭിക്കും. ഇനി അദ്ദേഹം, നമുക്കറിയാം ഓക്സിയിൽ നമുക്ക് 3 ഐഡി വരെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 3 ഐഡിയിൽ നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ 3 ഐഡി നമ്മൾ എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് ആക്ടിവേഷൻ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 ടീമിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ 4 വ്യക്തികളെ കൊണ്ടുവന്ന് ആ 4 വ്യക്തികളെ നമ്മൾ ഈ ബിസിനസ് പഠിപ്പിച്ച് നമുക്ക് ആ 4 വ്യക്തികളിലൂടെ നമ്മൾ ഈ ബിസിനസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാബു സാറിന് ഒരു ദിവസം 5,000 × 3 ഐഡി 15,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. മാസം നോക്കുകയാണെങ്കിൽ 4,50,000 രൂപ ഏൺ ചെയ്യാൻ കഴിയും. ഇനി അതല്ല, അദ്ദേഹം പ്രീമിയം കൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, കാരണം അദ്ദേഹത്തിന് ഡയറക്റ്റ് പ്രീമിയം ചൂസ് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം സ്റ്റാർട്ടപ്പും കൂടി ഒന്നിച്ച് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ്സിൽ നിന്ന് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. പ്രീമിയം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഐഡി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ബാബു സാർ ഒരേ ഒരു ഐഡിയ ആണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ അദ്ദേഹത്തിന് എന്ത് കിട്ടും, സീലിംഗ് എമൗണ്ട് കിട്ടും. അതിൽ നിന്നും 6,000 രൂപ തൊട്ടടുത്ത ക്ലബിലേക്ക് ജമ്പ് ചെയ്ത് ബാക്കി 14,000 രൂപ പെർ ഡേ അദ്ദേഹത്തിന് കിട്ടും, ഒരു ദിവസം കിട്ടും. അത് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാസത്തിൽ അദ്ദേഹത്തിന് 4,20,000 രൂപ കിട്ടും. അദ്ദേഹം മുമ്പ് പറഞ്ഞതുപോലെ 3 ഐഡിയും പ്രീമിയത്തിലും അദ്ദേഹം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, സെപ്പറേറ്റ് 3 ഐഡിയും സെപ്പറേറ്റ് ആക്ടിവേഷൻ ചെയ്ത് 3 ഐഡിയും അദ്ദേഹം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 4 ടീം, ആ പഴയ അദ്ദേഹത്തിന്റെ അതേ ടീം തന്നെ ആയിരിക്കും. 4 ടീമിനെ അദ്ദേഹം പ്രീമിയത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പ്രീമിയത്തിലും അദ്ദേഹം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 42,000 രൂപ ഉണ്ടാക്കാൻ കഴിയും 3 ഐഡികളിലായിട്ട്. അങ്ങനെയാണെങ്കിൽ മാസം നോക്കുകയാണെങ്കിൽ 12,60,000 രൂപ ഉണ്ടാവും. നിങ്ങൾ മില്യൺ ഇപ്പോ ലോഞ്ച് ചെയ്തിട്ടില്ല, മില്യൺ വരുമ്പോ വരട്ടെ അല്ലെ. അതായത് സ്റ്റാർട്ടപ്പും പ്രീമിയവും മാത്രം നിങ്ങൾ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ 2 പ്ലാനും കൂടി ഒന്നിച്ച് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ 18 ലക്ഷം രൂപയിലധികം നിങ്ങൾക്ക് ഈ 2 ക്ലബിൽ നിന്ന് തന്നെ മാസം കിട്ടുമെന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റീപർച്ചേസ് ഇൻകം ഒക്കെ മാറ്റി വെച്ചാലും നിങ്ങൾക്ക് ബൈനറിയിൽ ഇവിടെ നിങ്ങൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് മുൻകൂട്ടി ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഒരുപാട് പൈസ കൊടുത്ത് അഡ്വാൻസ് ആയിട്ട് പ്രൊഡക്റ്റുകൾ മേടിച്ച് ബാഗിലിട്ട് വീടാന്തരം അല്ലെങ്കിൽ ഓരോ ഓഫീസിലും കയറി ഇറങ്ങി നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കണ്ട. ഈ ഒരു ബിസിനസ് അവസരം മാക്സിമം എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി ജോയിനിങ് എടുത്താൽ മതി. ജോയിനിങ് പാക്കേജിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് തന്നെ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കമ്പനി തരുന്ന അടുത്തൊരു ഇൻകം, ഇത് ഞാൻ ഇതേവരെ പറഞ്ഞ ഇൻകം അല്ല, ഇത് അടുത്ത ഇൻകം ആണ്. അതായത് ITB, ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്സ്. അതായത് 5%. അതായത് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൽ നിന്നും 5% കമ്പനി ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്സ്, അതായത് റാങ്ക് ബേസ് ചെയ്തിട്ട് ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ബൈനറിയിലൂടെ വരുമാനം വേങ്ങുന്നതിനനുസരിച്ച് ഓരോ റാങ്കിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ റാങ്കിൽ എത്തുന്ന സമയത്ത് നമുക്ക് റോയൽറ്റി, ഓരോ റാങ്കും അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റോയൽറ്റി കിട്ടിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് റാങ്ക് ആണ് ഓക്സി സ്റ്റാർ.
ഓക്സി സ്റ്റാറിൽ ബാബു സാറിന് എത്താൻ വേണ്ടിയിട്ട് ബാബു സാർ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. എന്താണ്? ഒറ്റ ടാർഗറ്റ്, അതായത് 5000 രൂപ ബൈനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും പെയർ മാച്ച് ചെയ്തെടുത്തിട്ട് ഒരു 5000 രൂപ നിങ്ങൾ പെയർ മാച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ 16 റാങ്കിന്റെ ഒന്നാമത്തെ റാങ്കായ ഓക്സി സ്റ്റാർ, അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ കയറി പറ്റും. നമുക്ക് എപ്പോ തൊട്ടിട്ടാണ് നമുക്ക് റോയൽറ്റി സ്റ്റാർട്ട് ആവുന്നത്? നമ്മൾ രണ്ടാമത്തെ റാങ്ക് എത്തണം. രണ്ടാമത്തെ റാങ്ക് എത്താൻ വേണ്ടി ബാബു സാർ എന്താണ് ചെയ്യേണ്ടത്? 5000 രൂപ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂടെ ഒരു 5000 കൂടെ അച്ചീവ് ചെയ്ത് ടോട്ടൽ 10,000 10,000 രൂപ ആയി കഴിഞ്ഞാൽ അക്യൂമുലേറ്റഡ് ആണ്. ടോട്ടൽ 10,000 രൂപ ആയി കഴിഞ്ഞാൽ അദ്ദേഹം രണ്ടാമത്തെ റാങ്ക് ടച്ച് ചെയ്യും. ആ സമയത്ത് 5000 രൂപ റാങ്ക് ലിസ്റ്റ്, അതായത് 5000 രൂപ അദ്ദേഹത്തിന് റോയൽറ്റി ലഭിക്കും. അത് ഒരു തവണ ലഭിക്കുള്ളൂ, മാസം 5000 കിട്ടൂല. ഒരു തവണ 5000 രൂപ റോയൽറ്റി ലഭിക്കും. പക്ഷെ ആ ലിമിറ്റ് കൂട്ടാൻ നമുക്ക് പറ്റും. ബാബു സാർ എന്ത് ചെയ്താൽ മതി? വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക് മൂന്നാമത്തെ റാങ്ക് അച്ചീവ് ചെയ്യും. മൂന്നാമത്തെ റാങ്കിൽ 20,000 രൂപ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ ലിമിറ്റായി. 5000ന്റെ കൂടെ ഒരു 5000 കൂടെ കയറി 10,000 രൂപ റോയൽറ്റി ആയി. ഓക്സി റേഞ്ചറിൽ എത്താൻ അദ്ദേഹത്തിന് 50,000 രൂപ അച്ചീവ് ചെയ്താൽ അതിന്റെ നേർ പകുതി 25,000 രൂപ അദ്ദേഹത്തിന് റോയൽറ്റി അർഹനായി. ഡ്രീമർ 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 ഞാൻ നേരത്തെ പറഞ്ഞു, ആ റീപർച്ചേസ് സെഗ്മെന്റ് പറഞ്ഞ സമയത്ത് ഡ്രീമർ 2-3 പ്രാവശ്യം പറയാനുള്ള ഒരു കാരണം, മാക്സിമം എല്ലാവരും ഡ്രീമർ റാങ്കിലേക്ക് എത്തുക. ഡ്രീമർ റാങ്കിലേക്ക് എത്താൻ 1,00,000 രൂപ നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ, ബൈനറിയിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഗുണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഗുണം 50,000 രൂപ നമ്മൾ റോയൽറ്റിയിൽ റീച്ച് ആകും. പ്ലസ് നമുക്ക് റീപർച്ചേസ് സെഗ്മെന്റിലെ ഡ്രീമർ റാങ്ക് പൂൾ ഇൻകം മേടിക്കാൻ നമ്മൾ അർഹനാവും. അവിടെ 2 ഗുണങ്ങൾ കിട്ടും. അതേപോലെ തന്നെ തൊട്ടടുത്തത് ഓക്സി ഫൈറ്റർ 2 ലക്ഷം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 1 lakh റോയൽറ്റി ലിമിറ്റായി. ഓക്സി സ്പാർട്ടൻ പ്രത്യേകത എന്ന് വെച്ചാൽ 5 ലക്ഷം നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ റോയൽറ്റി, നേർ പകുതി റോയൽറ്റി. പ്ലസ് നമ്മളുടെ ഷോപ്പ് ടൈപ്പിൽ ഉണ്ടായിരുന്ന സ്പാർട്ടൻ പൂൾ ഇൻകവും നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ 9ാമത്തെ റാങ്കായ ഓക്സി ക്യാപ്റ്റൻ റാങ്കിൽ ടോട്ടൽ 20 lakh നമ്മൾ അച്ചീവ് ചെയ്താൽ അതിന്റെ പകുതി 10 ലക്ഷം രൂപ നമുക്ക് റോയൽറ്റി ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഷോപ്പ് ടൈപ്പിൽ ഉണ്ടായിരുന്ന 1% ഒരു പാർട്ട്ണർ ആയിട്ട് നമുക്ക് മാറാനും കഴിയും. ലാസ്റ്റ് റാങ്ക് ഓക്സി എംപറർ 200 കോടി രൂപ ബാബു സാർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 100 കോടി രൂപ റോയൽറ്റി അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ അടുത്ത ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് റോയൽറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്, അതായത് വാഷ് ഔട്ട് ഓൾസോ കോമ്പൻസേറ്റിംഗ് ഇൻ റോയൽറ്റി. നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് പല കമ്പനികളും ചെയ്ത ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്കറിയാം വാഷ് ഔട്ട് വലിയൊരു പ്രതിസന്ധിയാണ്, അല്ലെ? ലീഡേഴ്സ് ഭയങ്കര ഒരു 90% ലീഡേഴ്സും ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് വാഷ് ഔട്ട്. ഇവിടെ നമുക്ക് വാഷ് ഔട്ടിന് പോലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ബാബു സാർ ഇന്ന് സ്റ്റാർട്ടപ്പിൽ 50 പേർ ഇന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോർമലി സ്റ്റാർട്ടപ്പിന്റെ നിയമപ്രകാരം അദ്ദേഹത്തിന് 25 ജോഡിയുടെ പൈസയായ 5,000 രൂപ ലഭിക്കുള്ളൂ. പക്ഷെ സത്യത്തിൽ അദ്ദേഹത്തിന് 10,000 രൂപ ലഭിക്കണം. പക്ഷെ അദ്ദേഹത്തിന് 10,000 ലഭിക്കില്ല, 5,000 ലഭിക്കുള്ളൂ. 5,000 എന്താവും? വാഷ് ഔട്ടോ, അത് കമ്പനിയിലേക്ക് പോകും, അല്ലെ? സാധാരണ മറ്റുള്ള കമ്പനിയിലൊക്കെ നമുക്ക് 1 രൂപ പോലും ആ ഗണത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടൂല. പക്ഷെ ഓക്സി നമ്മളോട് പറയുന്നു അദ്ദേഹം 2ാമത്തെ റാങ്ക് അപ്പൊ ടച്ച് ചെയ്തിട്ടുണ്ടാവും, ടാർഗറ്റ് 10 തികച്ചിട്ടുണ്ടാവും. വാഷ് ഔട്ട് ആയാലും കുഴപ്പമില്ല, അവിടെ ആ റാങ്ക് ലിസ്റ്റിൽ അദ്ദേഹം വരും. അങ്ങനെയാണെങ്കിൽ വാഷ് ഔട്ട് ആയി പോയ 5,000 രൂപ അദ്ദേഹത്തിന് കോമ്പൻസേറ്റ് ചെയ്ത് അവിടെ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വാഷ് ഔട്ടിന് ഇവിടെ നമുക്ക് എന്തില്ല, ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല, ഒരു ടെൻഷൻ നമുക്ക് വരുന്നില്ല. വാഷ് ഔട്ട് ഓൾസോ കോമ്പൻസേറ്റിംഗ് ഇൻ റോയൽറ്റി. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഇതിൽ മൂവ്മെന്റിലേക്ക് എത്തി. ഓക്സിപേ വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഓക്സിപേ ഒരു പക്ഷേ റിലീസായി കിട്ടാനുള്ള ഒരു വലിയൊരു അവസരമുണ്ട്. കമ്പനി നമ്മോട് പറഞ്ഞിരുന്നത് 10,000 കസ്റ്റമേഴ്സ്, 10,000 IDs അല്ല, 10,000 കസ്റ്റമേഴ്സ് ഇമ്മീഡിയറ്റ്ലി റീച്ച് ആവുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലെറ്ററോട് കൂടിയിട്ടുള്ള ഓതറൈസേഷൻ ലെറ്ററോട് കൂടിയുള്ള ഓക്സിപേ നമുക്ക് റിലീസ് ചെയ്ത് തരും എന്നുള്ളതാണ്. കാരണം നമുക്ക് അറിയാം ഓക്സിപേ എന്താണ്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെ ഒരു ആപ്പാണ് ഓക്സിപേ. നമ്മൾ പല ലീഡേഴ്സും, ഒട്ടുമിക്ക ലീഡേഴ്സും ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഓക്സിയിൽ ഒരു 3 ID 4 ID ഒക്കെ എടുത്തിട്ടുണ്ടാവും, അല്ലെ?
ഒരുപാട് ആളുകൾ ID അടിച്ച് ഒരു ബിസിനസ് കസ്റ്റമർ ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും. നമുക്ക് ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഫ്യൂച്ചറിൽ നമ്മൾ ഓക്സിപേ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ടീം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു 5 ലെവലിൽ വരുന്ന ഒരു 10 പേര് നമ്മൾ കൊണ്ടുവന്ന് അവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് 5 പേര് വരുന്ന 1,00,000 കസ്റ്റമേഴ്സ് ആവുന്നില്ല അല്ലെ? അങ്ങനെയെങ്കിൽ നമ്മളുടെ വരുമാനത്തിൽ എവിടെ നിൽക്കും? ഏറ്റവും വലിയൊരു വരുമാനമായിട്ട് ഇത് മാറും ഫ്യൂച്ചറിൽ. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ഒരു ദിവസം മാക്സിമം ഞാനൊക്കെ ചിലപ്പോൾ 8ഉം 10ഉം 12ഉം പ്രാവശ്യമൊക്കെ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും, ഹോട്ടലിലും അതേപോലെ തന്നെ ഷോപ്പുകളിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓക്സിപേ ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ റീചാർജ് ചെയ്യാൻ വരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫ്യൂച്ചറിൽ ഓക്സിപേ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് വരുമാനം നമ്മളിലേക്കും വരാനുള്ള ഒരു സൂപ്പർ അവസരം ഇതിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കമ്പനി ആമസോണുമായിട്ട് ടൈപ്പ് ഉള്ള ഒരു കമ്പനിയാണ് ആമസോൺ, അല്ലെ? ഓക്സി ആമസോൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ആമസോണിന്റെ ഒരു ലിങ്ക് കിട്ടും. ആ ആമസോണിന്റെ ലിങ്കിന്റെ പ്രത്യേകത വെച്ചാൽ, ആമസോണിന്റെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മൾ കൊണ്ടുവന്ന വ്യക്തികൾ അതിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോഴും അപ്പോഴും നമുക്ക് റീപർച്ചേസിങ് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എത്ര കമ്പനി ഇന്ന് എത്ര MLM കമ്പനി ഇന്ന് ആമസോണുമായി ടൈപ്പ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്, ആമസോൺ. ഒരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം ഈ ആമസോൺ അല്ലെ എത്ര ക്രെഡിബിലിറ്റി ഉള്ള കമ്പനിയാണ് എന്നുള്ളതും കൂടി നിങ്ങൾ ആലോചിക്കുക. അത്രയും ക്രെഡിബിലിറ്റി ഇല്ല ലോകത്തിന്റെ മുമ്പിൽ, അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു വലിയ കമ്പനിയാണ് ആമസോൺ. ആ ആമസോണിന്റെ ലിങ്ക്